മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് നിരന്തരം യാത്രയാണ്. കേരളത്തിലെ ഏതെല്ലാം റൂട്ടിലൂടെയാണ് യാത്ര പോവേണ്ടി വന്നത് എന്നുള്ളത് വിവരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. തൃശ്ശൂരിൽ നിന്ന് നേരെ പത്തനംതിട്ടയിലെ കലഞ്ഞൂർ വരെ വന്നത് 6 മണിക്കൂർ കൊണ്ട്. ഒത്തിരി ഉള്ളിലെയും പുറത്തെയും റോഡിലൂടെയാണ് വന്നത്. നാരായണീയ സത്രത്തിന് കോട്ടയത്തേക്ക് പോയതും തൊടുപുഴയിലെ NSSകാരുടെ ക്ലാസ്സിലേക്ക് പോയതും അവിടെ നിന്ന് പെരുമ്പാവൂരിലെ പട്ടിമറ്റത്തെ ക്ലാസ്സിലേക്ക് പോയതും ഈ കായംകുളത്തെ വിവിധ പ്രദേശങ്ങളിലെ ക്ലാസ്സിലേക്ക് പോയതും കഴിഞ്ഞ 10 ദിവസമായിട്ട് 1-ാം തീയതി ആരംഭിച്ച യാത്ര വിശ്രമമില്ലാതെ, വാഹനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, വിശ്രമമില്ലാതെ ഓടിയപ്പോഴും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ളൊരു കാഴ്ച ഈ യാത്രയിൽ കണ്ടു. നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ മന്ത്രി സുധാകരൻ ഇപ്പോൾ കുറച്ചു കാലമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു മന്ത്രിമാരെല്ലാം കേന്ദ്രമന്ത്രിമാരുടെയും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെയും വഴിയിലൂടെ പോവുകയാണെന്ന് തോന്നുന്നു. വളരെ സന്തോഷം. ആരാരുടെ വഴിയിലൂടെ പോകുന്നു എന്നുള്ളതല്ല, നന്മകൾ എടുക്കുന്നുണ്ടെങ്കിൽ ധന്യമായിട്ടുള്ള സന്തോഷം. ഒരുമിച്ച് പ്രവർത്തിച്ച് ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും വളർച്ചയ്ക്ക് ഒരുമിച്ച് സഹകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിൽ നിന്ന് 20ഓളം പ്രതിപക്ഷാംഗങ്ങളെ മാത്രം പാർലമെന്റിലേക്ക് അയച്ച ബഹുമതിയുള്ള ഒരു ഭാഗമാണ് കേരളം. ഇവിടെ തമ്മിൽ കടിച്ചു കീറുന്നവര് അവിടെ ഒരുമിച്ചിരിക്കുന്ന കാഴ്ച, എതിർക്കാൻ വേണ്ടി ഒരുമിച്ചും 10-20 ദിവസം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം വെള്ളത്തിൽ ഒഴുക്കിയവരുമെല്ലാമുള്ള കേരളത്തില്, ഭാരതത്തില്, ഈ കേരളത്തിലെ എൻ്റെ യാത്രയ്ക്ക് ഈ റോഡ് ഓരോ സ്ഥലത്തെയും എത്ര ഉജ്ജ്വലമാണ്. ഒരു കുഴിയും ഇല്ല, ഒരു തരത്തിലുള്ള കുഴപ്പവും ഇല്ലാതെ സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്ന സുധാകരൻ്റെയോ സുധാകരൻ സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ വൻ വിജയമെന്ന് അടിവരയിട്ട് പറയാവുന്ന വിധത്തിൽ യാത്രയ്ക്ക് പോയ ചെറിയ ചെറിയ ഇടവഴിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. വാഹനയാത്ര സ്പീഡിൽ നടത്തുന്ന മെയിൻ റോഡുകളുടെ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. ചെറിയ റോഡുകളോ ഇടവഴികളോ ഒക്കെ ഒരു പക്ഷെ കുളമായിട്ടുണ്ടാവാം, ഇതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. വാഹനയാത്രയ്ക്ക് പോകുന്ന ബസ് പോകുന്ന റൂട്ടുകളെല്ലാം അടിപൊളി റോഡുകളാക്കി. ശബരിമലയിലേക്കുള്ള യാത്ര റാന്നിയിലേക്ക് പോയി, പൊൻകുന്നം വഴിക്ക്, അതുപോലെ തന്നെ കോഴഞ്ചേരി തൊട്ടുകൊണ്ടുള്ള യാത്ര, പത്തനംതിട്ടയിലേക്കുള്ള യാത്ര. ആ ഒരു യാത്രയിൽ ഇത്രയും സ്പീഡിൽ പോകാവുന്ന റോഡിൻ്റെ നല്ല അവസ്ഥ. ശബരിമലയിലേക്ക് നടന്നു പോകുന്ന 10,000ങ്ങളെ കണ്ടു. അവർ പോകുമ്പോൾ ആ റോഡ് ഇത്ര ക്ലീൻ ആൻഡ് നീറ്റാണ്. കേരളത്തിൽ മൊത്തം എല്ലായിടത്തും റോഡ് ക്ലീൻ ആൻഡ് നീറ്റായിരിക്കുന്നു. സൈഡുകൾ, റോഡുകളും പെർഫെക്റ്റ് ആയിരിക്കുന്നു, കുണ്ടും കുഴിയും ഇല്ലാതെ. വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ 90-ലോ 100-ലോ ഒക്കെ ഓടിക്കാനൊന്നും ഒരു വിഷമവും ഇല്ലാത്ത രീതിയിൽ ഭൂരിഭാഗം റോഡുകൾ നന്നായിരിക്കുന്നു. പക്ഷേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്ക് MC റോഡ് നല്ല രീതിയിൽ വേഗത്തിൽ റിപ്പയറിങ് നടക്കുന്നത് കൊണ്ട് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഒഴികെ, അതും ബുദ്ധിമുട്ട് റോഡിൻ്റെ കുഴപ്പമല്ല, കുഴപ്പം തീർക്കാനുള്ള പ്രവൃത്തിയാണ്. ഇപ്പം കേരളത്തിൽ ഒരു റോഡ് വിപ്ലവം നടക്കുകയാണ്. ആര് ഭരിക്കട്ടെ, ആര് പ്രതിപക്ഷത്തിരിക്കട്ടെ, അതൊക്കെ വേറെ കാര്യം. നന്മ നിറഞ്ഞത് കാണാൻ സാധിക്കുമ്പോൾ പറയുന്ന സമയത്ത് കിട്ടുന്ന ആഹ്ലാദം. എൻ്റെ താമസ സ്ഥലം പാപ്പനംകോട്, ഞാൻ താമസിക്കുന്ന ജില്ല തിരുവനന്തപുരം, ഞാൻ താമസിക്കുന്ന സംസ്ഥാനം കേരളം, അതിലെ മുക്കിലും മൂലയിലും ബസ് റൂട്ടുള്ള റോഡുകളെല്ലാം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാലമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന കുതിരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ഭാഗത്ത് പ്രോബ്ലം ഉണ്ട്. അതൊരു പക്ഷേ നിലനിർത്തിയിരിക്കുന്നത് മേജർ റോഡുകൾ തുരങ്കപാതയും വരുന്നത് കൊണ്ട്
ഇതിന് ലാർജ് സ്കെയിലിൽ എമൗണ്ട് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു. അവിടെ അതും കുറച്ച് ഭാഗത്ത് ഒരു 5-6 കിലോമീറ്റർ അതൊഴികെ ഞാൻ പോയിരിക്കുന്ന റോഡുകളിലെല്ലാം ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള റിപ്പയറും മെയിൻ്റനൻസും കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടിയോ സംസ്ഥാനത്തിൻ്റെ മാത്രം സഹായത്തോടു കൂടിയോ എല്ലാം നടത്തിയ ഈ കേരളത്തെ ഭരിക്കുന്ന വ്യക്തികൾക്കും സുധാകരൻ സാറിനും അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ഇങ്ങനെ അല്ലാത്ത റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നവർ അവരുടെ അഭിപ്രായം പറയുമായിരിക്കാം. തീർച്ചയായിട്ടും അവർക്കത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് 1-ാം തീയതി മുതൽക്കൊന്നുമല്ല, 22-ാം തീയതി കഴിഞ്ഞ മാസം മുതൽക്കുള്ള യാത്ര, രാപ്പകലുള്ള യാത്രയിൽ ഞങ്ങളുടെ വണ്ടി പോയ സ്ഥലങ്ങളിലെല്ലാം കണ്ട ആ റോഡിൻ്റെ പെർഫെക്ഷനും ബ്യൂട്ടിയും അതിൻ്റെ സൈഡുകളിലെ ക്ലീൻലിനെസ്സും, അത് സ്വച്ഛ ഭാരതം എന്നൊക്കെ പറയുമ്പോൾ സബ്കാ വികാസ് സബ്കേ സാത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതിപക്ഷത്തുള്ളവരോ ഭരണപക്ഷത്തുള്ളവരോ എന്നല്ല, എല്ലാ വ്യക്തികളും ഉണരുന്നു, ഉയരുന്നു, വളരുന്നു, നന്മകളുടെ കൂട്ടത്തിൽ നിൽക്കുന്നു. എല്ലാ ഗ്രാമങ്ങളും എല്ലാ പട്ടണങ്ങളും എല്ലാ മുനിസിപ്പാലിറ്റികളും എല്ലാ സംസ്ഥാനത്തിൻ്റെ ഭാഗങ്ങളുമൊക്കെ വളരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ റോഡിൻ്റെ കാര്യത്തിലും നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിലും കേരളം വളരെ 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 മുമ്പിലാണെന്ന് ഈ യാത്രയിലൂടെ തോന്നുന്നു. വാണിജ്യ വ്യവസായങ്ങളുടെ കാര്യത്തിലോ സമരത്തിൻ്റെ കാര്യത്തിലോ നോട്ട് പിൻവലിച്ചതിൻ്റെ പ്രതികരണത്തിൻ്റെ കാര്യത്തിലോ അത് വേറെ ഇഷ്യൂ, അത് ഞാൻ ഇതുമായിട്ട് ചേർക്കുന്നില്ല. നന്മകളാണെന്ന് പറയുമ്പോൾ മനസ്സിലും നമ്മുടെ ചിന്തകളിലും വരുന്ന ആ ഒരു പോസിറ്റീവ് വേവ്സ്, അത് വളരെ ധന്യമായിട്ട് തോന്നിയത് യാത്രാനുഭവത്തിൻ്റെ കൂടി ചേർത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.